സ്വർണത്തിന്റെ വില കൂടിയ ഈ സമയത്ത് പണിക്കൂലിയില്ലാതെ കുറച്ച് സ്വർണം വാങ്ങിച്ചാലോ? പണിക്കൂലിയില്ലാതെ സ്വർണം കിട്ടുമെന്ന് സംശയമുള്ളവരുണ്ടാവും, പക്ഷെ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്തായിരുന്നു. ഒരു വർഷം മുമ്പ് ഞാൻ കാസർഗോഡ് സിറ്റി ഗോൾഡിൽ കുറച്ച് പൈസ ഇട്ടായിരുന്നു. ആ സമയത്ത് 55,000 രൂപയായിരുന്നു ഗോൾഡ് റേറ്റ്. ഇന്നിപ്പം പവൻ 1,00,000 ആകാൻ പോകുന്ന സമയത്ത് 55,000 രൂപക്കാണ് ഞാനൊരു പവൻ എടുക്കുന്നത്, ആ സമയത്തുള്ള വിലക്ക്. കൂടാതെ പണിക്കൂലി ഇല്ലാതെ എനിക്ക് സ്വർണ്ണം എടുക്കാം. ഈ രണ്ട് വളയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ മുമ്പത്തെ വളകൾക്ക് മാച്ച് ആയിട്ട് നോക്കിയിട്ട് തന്നെ എടുത്തതാണ്. ഇതും ഞാൻ സിറ്റി ഗോൾഡിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഒരു വർഷം മുമ്പ് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് 18% പണിക്കൂലിയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഈ ഒരു വളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റിന് മാച്ച് ആയിട്ടുണ്ട്. പിന്നെ ഒരു റിങ്ങും നോക്കാമെന്ന് വിചാരിച്ച്. ഈ റിംഗ് ആണെങ്കിൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് പണിക്കൂലി കൂടും. 18% കഴിച്ചിട്ട് ബാക്കിയുള്ള പണിക്കൂലി ഞാൻ കൊടുത്താൽ മതി. പിന്നെ ഇവരുടെ ബ്രേസ്ലെറ്റ് കളക്ഷൻ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ഇതിലാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒന്ന് കണ്ടു. പ്രീമിയം ആണ്, പക്ഷേ 18% കഴിച്ചിട്ടുള്ള ബാക്കി പണിക്കൂലി കൊടുത്താൽ മതി. പിന്നെ കമ്മൽ നോക്കിയപ്പോൾ അതിൽ ഭംഗിയുള്ളൊരു കുഞ്ഞിക്കമ്മൽ കണ്ടു, അതും എടുത്തു. ഇതെൻ്റെ രണ്ട് ഉമ്മമാർക്ക് വാങ്ങിച്ച റിങ്ങാണ്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഗോൾഡ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഗോൾഡ് വാങ്ങുമ്പം GSTയും സ്റ്റോൺ ചാർജും മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ 18% മുകളിലുള്ള പണിക്കൂലിയും. 18% താഴെ വരുന്ന ഐറ്റംസ് ഒക്കെ ഫ്രീ ആയിട്ടില്ലെങ്കിൽ 0% പണിക്കൂലിയിൽ എടുക്കാം. ഒരു വർഷം മുമ്പ് അഡ്വാൻസ് കൊടുത്തതാണ് എനിക്ക് ഇത്രയും സ്വർണ്ണം ഇന്ന് വാങ്ങാൻ പറ്റിയത്. ഇന്നാണെങ്കിൽ ഇതിൻ്റെ പകുതിയേ വാങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗോൾഡ് എപ്പോഴും ഒരു സേവിങ് ആണ്. ഇന്നിപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പൈസ അഡ്വാൻസ് കൊടുത്താലും ഒരു വർഷം കഴിഞ്ഞ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ നല്ല കൂടുതലായിരിക്കും. ആ സമയത്ത് 18% വരെ പണിക്കൂലി ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് സിറ്റി ഗോൾഡിൻ്റെ പേജിൽ DM ചെയ്യാം. പറ്റുന്നവർക്ക് വിസിറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്